ഹായ്. ഇതുപോലൊരു ന്യൂട്ടല്ല നമ്മളെ വീട്ടിലുണ്ടാക്കി വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ പിന്നാലെ അപ്പവും ദോശയും ചപ്പാത്തിയും ഒക്കെ കൊണ്ട് നമുക്ക് ഓടേണ്ടി വരില്ല. അവർ നമ്മുടെ പിന്നാലെ ഇങ്ങോട്ട് ചോദിച്ചു വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, സ്കൂളിലേക്ക് ഭക്ഷണം കൊടുത്തയക്കുന്ന കുട്ടികൾ അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടോ? നിങ്ങൾ ചപ്പാത്തിയിലോ ദോശയിലോ ഒക്കെ ഈ ന്യൂട്ടല്ല ചേർത്ത് കൊടുത്തയച്ച് നോക്കൂ. അവർ ലഞ്ച് ബോക്സ് കാലിയാക്കി കൊണ്ടുവന്ന് തരും. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? അതിനായി ഒരു കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. നിലക്കടല ചൂടായ പാനിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടാണ് വറുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കടല കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ വിചാരിച്ച പോലെ ന്യൂട്ടല്ല ശരിയായി വരില്ല. അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി വരും. ഇനി കടലയുടെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് അടിക്കുമ്പോഴേക്കും അത് നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ കടലയൊക്കെ നന്നായി പൊടിയായി വന്നിട്ടുണ്ട്. ഇനിയും ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം അടിക്കുന്നോ അത്രത്തോളം ഓയിൽ കണ്ടന്റ് ആ കടലയിൽ നിന്ന് തന്നെ വരും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ സ്മൂത്തായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കുറച്ച് ഉപ്പ് കൂടി പോവരുത്. എന്നിട്ട് വീണ്ടും നന്നായി സ്മൂത്ത് ആവണത് വരെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കും തോറും അതിൽ നിന്നും ഓയിൽ കണ്ടൻറ്റ് ഇങ്ങനെ പുറത്ത് വരും. ഇപ്പോൾ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. മധുരം ഒത്തിരി കുറവായി തോന്നി. അതുകൊണ്ട് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് കടയിൽ നിന്ന് പോയി വാങ്ങുന്നതിന് പകരം ഇങ്ങനെയൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. വളരെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും കാണാം. മറക്കല്ലേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.